നമസ്കാരം സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ കുളത്തൂർ ഇൻഫോസിസിന് സമീപത്തുള്ള ഗുരുനഗറിന് അടുത്തുള്ള ഭാഗമാണ്. ഇവിടെ ഒരു അടിപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധ സമരങ്ങളും നിവേദനങ്ങളും ദേശീയപാത അതോറിറ്റിക്ക് നൽകുകയുണ്ടായിരുന്നു. തിരുവനന്തപുരം എംപിയും സ്ഥലം MLAയും ഉൾപ്പെടെ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയുടെ വാർത്തകളും കഴിഞ്ഞ നാളുകളിൽ വന്നിരുന്നു. ഈ വിഷയത്തിൽ ഒരു വർഷം മുൻപ് ഒരു വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ശ്രീ ശശി തരൂർ MP, മുൻ മന്ത്രിയും MLAയുമായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ ജോൺ ബ്രിട്ടാസ് MP എന്നിവർ കേന്ദ്രത്തിൽ അടിപ്പാതയ്ക്കായി ആവശ്യമുന്നയിച്ച് ബന്ധപ്പെട്ടതായി പ്രസ്താവിച്ചിരുന്നു. നേരത്തെ ഇതിനായി സാധ്യതാ പഠനം നടത്തുമെന്ന ഉറപ്പ് കേന്ദ്ര ഗതാഗത മന്ത്രിയിൽ നിന്നും ലഭിച്ചിരുന്നതായി MLA അറിയിച്ചിരുന്നു. ഇവിടെ അടിപ്പാത ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ മാസങ്ങളോളം നീണ്ട പ്രതിഷേധ സമരം നേരത്തെ നടന്നിരുന്നു. ഗുരുനഗറിൽ ഒരു ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മാണം വരെ നാട്ടുകാർ തടഞ്ഞിരുന്നു. ഈ പ്രദേശത്ത് ഹൈവേയുടെ ഒരു ഭാഗത്തുള്ളവർക്ക് റോഡ് മുറിച്ച് കടക്കുവാൻ കിലോമീറ്റർ താണ്ടി ചുറ്റിത്തിരിയേണ്ട അവസ്ഥയാണ് ഉള്ളത്. കുളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് UP സ്കൂൾ, കോലത്തുകര ശിവക്ഷേത്രം കൂടാതെ നിരവധി വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ, IT പാർക്ക് തുടങ്ങിയവ ഇവിടെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുകയാണ്. നിരവധി പേരാണ് ബൈപ്പാസ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനമിടിച്ച് ഈ പ്രദേശത്ത് മരണപ്പെട്ടത്. വർഷങ്ങൾക്ക് മുൻപ് ബൈപ്പാസ് ഇരട്ടിപ്പിക്കൽ നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ അടിപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ സമരങ്ങൾ നടന്നിരുന്നു. ആ കുളത്ത് ലുലു മാൾ കൂടി വന്നതോടെ കുളത്തൂർ ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള ഈ ഭാഗത്ത് ഗതാഗത കുരുക്ക് കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തു. ഇതിനടുത്ത് ഇൻഫോസിസിന് മുന്നിലായി സർവീസ് റോഡ് ഇടിഞ്ഞു താണ് വൻ ഗർത്തം രൂപപ്പെട്ട് ഗതാഗതം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് മാസങ്ങളായി പണി പൂർത്തിയാകാതെ തുടരുകയും ചെയ്യുന്നു. ഇതുകൂടാതെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ മറ്റു പലയിടങ്ങളിലും ഇരുവശത്തേക്കുമുള്ള ഇടറോഡുകൾ അടയ്ക്കപ്പെട്ടതോടെ കിലോമീറ്ററുകൾ ചുറ്റിയാണ് ജനങ്ങൾ മറുവശത്തേക്ക് കടക്കുന്നത്. പലയിടത്തും അടിപ്പാതകളുടെ ആവശ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. കോവളം പോറോഡ് പാലത്തിന് സമീപം, മുട്ടത്തറ, ലോർഡ്സ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന ആനേറ ഭാഗം തുടങ്ങിയവ അത്തരത്തിലുള്ളതാണ്. ഇതിൽ പറയുവാൻ വിട്ടുപോയ സ്ഥലങ്ങൾ കമൻറ്റുകളായി നിങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ 90 കോടിയിലധികം രൂപ മുടക്കി നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല പണികളും കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ നടന്നു വരികയാണ്. ഇരുവശത്തുമുള്ള ഓടകൾ സ്ലാബിട്ട് മൂടുന്നത്, അപകട സാധ്യത കൂടിയ ബ്ലാക്ക് സ്പോട്ടുകളിൽ നവീകരണം, ക്രാഷ് ബാരിയറുകൾ, പാർശ്വഭിത്തി നിർമ്മാണം തുടങ്ങിയവ അതിൽപ്പെടുകയാണ്. ഈഞ്ചക്കൽ മേൽപ്പാല നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. തിരുവല്ലം സർവീസ് റോഡ് പാല നിർമ്മാണം തുടങ്ങും എന്ന് വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഗുരുനഗർ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി അടിപ്പാത നിർമ്മാണം എന്ന ഹൈവേ അതോറിറ്റി നൽകിയ വാഗ്ദാനം വളരെ വേഗം നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനെത്തിയ സമയത്തും ഇതിനടുത്ത് ഒരു അപകട ദൃശ്യം കാണേണ്ടി വന്നു. ഭാഗ്യത്തിന് അത് ഗുരുതരമല്ലാതെ പോയി. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം.